ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. ഞാനൊരു എൻജിനീയറാണ്. എന്നെപ്പോലെ എൻജിനീയറിംഗ് മേഖലയിൽ വർക്ക് എടുക്കുന്ന എൻജിനീയേഴ്സോ കോൺട്രാക്ടേഴ്സോ ആർക്കിടെക്ട്സോ ഇൻറ്റീരിയർ വർക്ക് എടുക്കുന്ന ആളുകളോ അതല്ല സിവിൽ ഫീൽഡിൽ മറ്റ് വർക്കേഴ്സ്, ഇപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ, പെയിൻറ്റിങ് കോൺട്രാക്ടർ, ഫ്ലോറിംഗ് കോൺട്രാക്ടർ, അങ്ങനെ വർക്ക് എടുക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാനത് 2 മാസമായിട്ട് സക്സസ്ഫുള്ളി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താം എന്ന് കരുതി. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആയ ഈ ആപ്പിൻ്റെ പേര് ഇൻസൈറ്റ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു എൻജിനീയേഴ്സ്, വർക്ക് എടുക്കുന്ന എൻജിനീയേഴ്സ് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. വെൻഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നും, ലേബേഴ്സിൻ്റെ ഭാഗത്തു നിന്നും, സബ് കോൺട്രാക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും, ക്ലയൻറ്റിനെ ഡീൽ ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും അതൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് പോകാം. നിലവിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത് 8 പേർക്കാണ്. ഒന്ന് കമ്പനി MD, അതിൻ്റെ താഴെ അക്കൗണ്ടൻറ്റ്, അതിൻ്റെ താഴെ പ്രൊജക്റ്റ് മാനേജർ, അതിൻ്റെ താഴെ വരുന്നത് സൂപ്പർവൈസർ, പിന്നെ വരുന്നത് ക്ലയൻറ്റ്. ഈ 8 പേർക്കും ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു കമ്പനിയിൽ കമ്പനി MD മാത്രമേ ഉള്ളൂ, അവർക്ക് ഒറ്റക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇനി MDയും സൂപ്പർവൈസറും ഉള്ളെങ്കിലും ഈ ആപ്പ് ഉപയോഗിക്കാം. ഏത് രൂപത്തിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. അതിന് പുറമെ നമുക്ക് ഇതിൽ 3 പേരും കൂടി ഉണ്ട്. അതാണ് വെൻഡർ, ലേബർ, സബ് കോൺട്രാക്ടർ. ഈ 8 പേരെയും നമുക്ക് ഒറ്റ ക്ലിക്കിന് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാം, ഇതിൻ്റെ എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മളിതിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനിൽ അതിൻ്റെ ഇൻ്റർഫേസ് ആണ് നിങ്ങൾ സൈഡിൽ കാണുന്നത്. 4 ബട്ടണാണുള്ളത്: ഹോം, പ്രൊജക്റ്റ്, ടീം, ക്രെഡിറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ആപ്പ് ലോഗിൻ ചെയ്ത് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്ത് ചെയ്യണം, ഇവർ രജിസ്റ്റർ ചെയ്യണം. ഇത് പെയ്ഡ് ആപ്പാണ്. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലോട്ട് OTP വരും. നേരെ നമ്മൾ ലോഗിൻ ചെയ്താൽ ഇപ്പോൾ ഇതുപോലെയാണ് കാണുക. ഇപ്പോൾ ഇതിൽ ക്രെഡിറ്റേഴ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നൊക്കെയാണോ സാധനങ്ങൾ വാങ്ങുന്നത് അത് ആ വെൻഡേഴ്സിനെ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇവിടെ വെൻഡേഴ്സ് ഉണ്ട്, ലേബേഴ്സ് ഉണ്ട്, സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച വെൻഡേഴ്സിനെ ഇവിടെ കാണുന്നത്. അപ്പോൾ അവരുടെ പേര് പറയുന്നുണ്ട്, അവരുടെ സ്ഥലം പറയുന്നുണ്ട്, അവരുടെ മൊബൈൽ നമ്പർ ഉണ്ട്. ഈ മൊബൈൽ നമ്പർ കൊടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് നേരിട്ട് അവരെ ഇതിൽ വിളിക്കാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. ഇവിടെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഒരു വെൻഡറെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഈ പ്ലസ് ചിഹ്നം കണ്ടോ, ഇതാണ് എല്ലാം ക്രിയേറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും ഈ ഒരു പ്ലസ് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്ലസ് ചിഹ്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെൻഡറെ നെയിം ചോദിക്കും, അതേപോലെ തന്നെ പ്ലേസ് ചോദിക്കും, കോൺടാക്ട്സ് നമ്പർ ചോദിക്കും. കൃത്യമായിട്ടുള്ള കോൺടാക്ട്സ് നമ്പർ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ആഡ് കൊടുത്താൽ ഇതുപോലത്തെ ഒരു വെൻഡർ ഇവിടെ ആഡ് ആവും. അങ്ങനെ ആഡ് ചെയ്ത വെൻഡറാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതേ സെയിം പ്രൊസീജിയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേബർ ആഡ് ചെയ്യാൻ പറ്റും. ആ ലേബറേയും ലേബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കൂലി കൊടുക്കുന്ന ആളുകളായിരിക്കും. ഇത് പലപ്പോഴും പല കമ്പനികൾക്കും കൂലി കൊടുക്കുന്ന ആളുണ്ടാവാൻ ചാൻസ് കുറവാണ്. ഉണ്ടെങ്കിൽ 1 or 2 ഉണ്ടാവുള്ളൂ. നേരിട്ട് കോൺട്രാക്റ്റിംഗ് എടുക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും, ലേബേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത്തരം ലേബേഴ്സിന് ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സബ് കോൺട്രാക്ടർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സബ് കോൺട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സെൻറ്ററിങ് തന്നെ സബ് കൊടുക്കും. അതുപോലെ തന്നെ ഫ്ലോറിങ്, ഇലക്ട്രിക്കൽ കോൺട്രാക്ടിങ്, പ്ലംബിംഗ് കോൺട്രാക്ടിങ്, ജിപ്സം ബ്ലാസ്റ്ററിങ്, ലാൻഡ്സ്കേപ്പിംഗ്, ഇതൊക്കെ നമ്മൾ സബ് കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ 3 പേര്. ഇവർ ആഡ് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ ഫൈസൽ കടുങ്ങൂത്ത് എന്ന് പറഞ്ഞ നമ്മുടെ വെൻഡർക്ക് നമ്മുടെ 26 സൈറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാലും ആ 26 സൈറ്റിന് ക്രെഡിറ്റ് ഉണ്ടെങ്കിലും അത് ഒറ്റയടിക്ക് ഈ റിപ്പോർട്ടിൽ കാണിക്കും. എത്ര നമ്മൾ ഫൈസലിന് കൊടുക്കാനുണ്ട് അത് ഫുള്ളായിട്ട് ഈ റിപ്പോർട്ടിൽ കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അത് അടി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഷെഫീഖ്, ഷിബിന്, ഷെഫീഖ്, അതുപോലെ അനസ്, ഇതൊക്കെ ഈ സൈറ്റിലൊക്കെ അവന് പേയ്മെൻറ്റ് കൊടുക്കാണ്ട്. അപ്പോൾ ഏത് സൈറ്റിലാണോ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അതിൻ്റെ ഈ സൈഡ് ബട്ടണിൽ നെക്കിയിട്ട് നമ്മൾ ഈ പ്ലസ് ചിഹ്നം നെക്കിയതിന് ശേഷം ഇവിടെ ആരാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അയാളെ പേര് മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ എമൗണ്ട് എന്ത് ചെയ്യുക, ആ എമൗണ്ട് മെൻഷൻ ചെയ്യുക. ജസ്റ്റ് നമ്മൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ട് അവരിൽ ആഡായി. ആ ക്രെഡിറ്റിൽ നിന്ന് അവർക്ക് എത്രയാണോ ക്രെഡിറ്റ് ഉള്ളത് ആ ക്രെഡിറ്റിൽ നിന്ന് അത് കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗുണം എന്താ വെച്ചാൽ, നമ്മളിതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും വെൻഡേഴ്സിന് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് റെക്കോർഡ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കും, നമ്മൾ എഴുതി വെക്കൂല,
അവർ എഴുതി വെക്കില്ല, നമ്മൾ വീണ്ടും ക്യാഷ് കൊടുക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വെൻഡർ ഉണ്ടാകുന്ന ചില പ്രശ്നം വെച്ചാൽ നമ്മൾ ആൾറെഡി ഒരു സിമെൻറ്റും ഒരു സ്റ്റീലും ഇറക്കിയതിന് ശേഷം ആദ്യം അവർ ഒരു തവണ നമ്മുടെ സൈറ്റിലോട്ട് എൻ്റർ ചെയ്യും. അതിനുശേഷം ഡബിൾ എൻട്രികൾ വരാറുണ്ട്, പക്ഷെ നമുക്കതൊന്നും കണ്ടെത്താൻ പറ്റാറില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു വെൻഡർ അടുത്ത് പോകുന്ന സമയത്ത് അവിടെ നല്ല തിരക്കായിരിക്കും. നമ്മൾ ഏറ്റവും ഇമ്മീഡിയറ്റ്ലായിട്ട് നമ്മൾ സാധനം വാങ്ങി പോകും. അവസാനം അവർ ബില്ല് പരിശോധിക്കുമ്പോൾ 1-2 ബില്ല് മിസ്സിങ് ഉണ്ടാവും. അവർ ചിലപ്പോൾ നമ്മുടെ സൈറ്റിൽ ബില്ല് കയറ്റേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. വളരെ അപൂർവങ്ങളിൽ ഉണ്ടാവാറെങ്കിലും വർഷത്തിൽ ഒരു തവണ നമുക്കിങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൊണ്ടുവരാൻ ഇതിലൂടെ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ ലേബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ 26 സൈറ്റ് ഉണ്ട്. ഈ 26 സൈറ്റിലും നമ്മൾ ഒരു 5-6 സൈറ്റ് റണ്ണിങ്ങിലാണെങ്കിൽ 6 സൈറ്റിലെ ലേബേഴ്സിൻ്റെ സൈറ്റ് എക്സ്പെൻസിൽ നമ്മൾ ആഡ് ചെയ്യുന്നതോടുകൂടി അവരുടെ കംപ്ലീറ്റ് ക്രെഡിറ്റും അവർ കൊടുത്തതും ഫുൾ എമൗണ്ട് ഇതിൽ വരും. ഇപ്പം നമ്മൾ മജീദ് എന്ന് പറഞ്ഞ ആളെ ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, മജീദിന് 98,034 രൂപ കൊടുക്കാനുണ്ട്. എവിടെയൊക്കെ കൊടുക്കാനുള്ളത്? ഷിബിൻ്റെ സൈറ്റിൽ കൊടുക്കാണ്ട്, ഷെഫീഖിൻ്റെ സൈറ്റിൽ കൊടുക്കാണ്ട്, അനസിൻ്റെ സൈറ്റിൽ കൊടുക്കാണ്ട്, അനീസിൻ്റെ സൈറ്റിൽ കൊടുക്കാണ്ട്. ഈ സൈറ്റിലൊക്കെ കൊടുക്കാനുള്ളത് നമുക്കിത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവന് ഏത് രൂപത്തിലും ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ആ ഫിൽറ്റർ എന്ന ഓപ്ഷനും നമുക്കത് ഫിൽറ്റർ ചെയ്ത് ജസ്റ്റ് PDF ആക്കി കിട്ടും. അതായത് ഈ വെൻഡറുടെ റിപ്പോർട്ട് നമുക്ക് PDF ആക്കാം, ലേബറുടെ റിപ്പോർട്ടും PDF ആക്കാം, സബ് കോൺട്രാക്ടറുടെ റിപ്പോർട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PDF ആക്കാൻ പറ്റും. ഇതിലുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ക്യാഷ് മിസ്സായി, ഇപ്പോൾ വെൻഡർ പറയുകയാണ് നമുക്ക് ഒരു ഇത്ര ക്യാഷ് നിങ്ങൾ തരാണ്ടല്ലോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വെൻഡറുടെ റിപ്പോർട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റയടിക്ക് PDF എടുത്ത് കൊടുക്കാൻ പറ്റും. അതെന്തായിട്ടും അത് നിലവിൽ അവർക്ക് അത് ഷെയർ ചെയ്യാനും പറ്റും, വാട്സപ്പിൽ ഒറ്റയടിക്ക് ഷെയർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ഈ 3. അപ്പോൾ ഇനി ഒരു ആപ്പ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 ടൈം വർക്കാണ് ഈ വെൻഡർ, ലേബർ, സബ് കോൺട്രാക്ടർ. പിന്നെ വരുന്നതാണ് നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അത് 3 പേരാണ്. ഒന്ന് പ്രൊജക്റ്റ് മാനേജർ, മറ്റൊന്ന് അക്കൗണ്ടൻറ്റ്, പിന്നെ ഒന്ന് പേര് സൂപ്പർവൈസർ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്ലസ് ചിഹ്നത്തിൽ പോവുക, എന്ത് ചെയ്യുക, നമ്മളിവരെ മൊബൈൽ നമ്പർ, നേരത്തെ പറഞ്ഞ വെൻഡറും ലേബറും സബ് കോൺട്രാക്ടറിന് നമ്പർ കറക്റ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും വലിയൊരു പ്രശ്നമല്ല. പക്ഷേ ഇതിലെന്ന് വരുന്ന നമ്പർ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. കാരണം ഇവിടെ കൊടുക്കുന്ന നമ്പറിലോട്ട് വരുന്ന OTP, ഇപ്പം നമ്മളിവരെ പേരടിച്ചു, അതിനുശേഷം നമ്മളിവരെ സ്ഥലം അടിച്ചു, അതിനുശേഷം നമ്മൾ ഇവരുടെ റൂൾ ചോദിക്കും. അപ്പോൾ അക്കൗണ്ടൻ്റ് അക്കൗണ്ടൻ്റ് കൊടുക്കും, പ്രൊജക്ട് മാനേജർ കൊടുക്കും, സൂപ്പർവൈസർ നമ്മൾ തൽക്കാലം പ്രൊജക്ട് മാനേജറാക്കി. ആ പ്രൊജക്ട് മാനേജർ കൊടുത്തു. ഇവിടെ എഡിറ്റ് ആക്സസ് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് പ്രൊജക്ട് മാനേജർക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ എഡിറ്റ് ആക്സസ് ഓൺ ആക്കുക. എന്നിട്ട് നമ്മൾ ആഡ് കൊടുത്താൽ ഈ പ്രൊജക്ട് മാനേജറെ ഈ നമ്പറിലോട്ട് ഒരു OTP വരും. ആ OTP നമുക്ക് പറഞ്ഞു വരുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുക, ഇതിൽ ആഡ് ആവുക. ജസ്റ്റ് നമ്മൾ ഇതിൽ ഡെമോ ആയതുകൊണ്ട് 1 2 3 4 OTP സെറ്റ് ചെയ്തു, നമ്മൾ ആഡ് കൊടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ സജീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട് മാനേജർ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മറ്റൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ, ഞാനൊരു ആഷിഫ് എന്ന് പറഞ്ഞ പ്രൊജക്ട് മാനേജറെ മുകളിൽ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ആഷിഫിന് 2 സൂപ്പർവൈസർമാരെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സൂപ്പർവൈസർമാരെ ഇതിൽ ഡിലീറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഈ ഇൻറ്റു മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഇൻറ്റു അടിച്ചു, നമ്മൾ S അടിച്ചു, ഇതിന് ഡിലീറ്റ് ആയി. അതേപോലെ ഇപ്പോൾ നിലവിൽ സൂപ്പർവൈസർമാർ ആരുമില്ല. പ്രൊജക്റ്റ് എത്ര വരുന്നുണ്ട്, ഇത്രയും പ്രൊജക്റ്റ് ഈ ആഷിഫ് എന്ന് പറഞ്ഞ സൂപ്പർവൈസർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവർക്ക് സൂപ്പർവൈസർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പ്ലസ് ചിഹ്നം നിൽക്കുക. അപ്പോൾ നിലവിൽ കമ്പനിയിൽ അസൈൻ ചെയ്യാത്ത സൂപ്പർവൈസർമാരെ നമുക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്യുക, അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ആഷിഫ് എന്ന് പറഞ്ഞ പ്രൊജക്ട് മാനേജറെ കീഴിൽ അഫ്സൽ എന്ന് പറഞ്ഞിട്ടും നൗഷാദ് എന്ന് പറഞ്ഞിട്ടും 2 സൂപ്പർവൈസർ വന്നു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇത്രയും പ്രൊജക്ട്സ് ഉണ്ട്. അതായത് ആഷിഫ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് മാനേജർക്ക് ഏകദേശം 12ഓളം പ്രൊജക്റ്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ സൂപ്പർവൈസർ കയറി നോക്കിയാൽ അവനക്ക് ഒറ്റ പ്രൊജക്റ്റും ഇല്ല, ഇവിടെ 0 ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലസ് ചിഹ്നം ആക്കിയാൽ ഇവിടെ വരുന്ന ആദ്യത്തെ 1 2 3 4 5 6 പ്രൊജക്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഈ ആഷിഫ് എന്ന് പറഞ്ഞ ആൾക്ക് അസൈൻ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സൂപ്പർവൈസറെ പോവാണ്. ജസ്റ്റ് നമ്മളത് പ്ലസ് ചിഹ്നം ആക്കി ഇവിടെ 1 2 3 4 5 6 ഇവരെയും എന്ത് ചെയ്തു, അടുത്ത പ്രൊജക്റ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവന് 5 പ്രൊജക്റ്റും കൊടുത്തു, ഇയാൾക്ക് 6 പ്രൊജക്റ്റും കൊടുത്തു. ഇതാണ് ഇതിലുമായി ബന്ധപ്പെട്ട് നമുക്ക് വർക്കുള്ളത്. ഫസ്റ്റ് നമ്മൾ ടീമിനെ ക്രിയേറ്റ് ചെയ്യുക, അതിന് ഈ പ്ലസ് ചിഹ്നമാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ പ്രൊജക്ട് മാനേജറെയും അക്കൗണ്ടൻറ്റിനെയും സൂപ്പർവൈസറെയും ഉണ്ടാക്കുക. അതിനുശേഷം ഉണ്ടാക്കിയ പ്രൊജക്ട് മാനേജർക്ക് പ്രൊജക്റ്റുകൾ അസൈൻ ചെയ്യുക, അതോടൊപ്പം സൂപ്പർവൈസറെ അസൈൻ ചെയ്യുക. അതിനുശേഷം സൂപ്പർവൈസർക്ക് പ്രൊജക്റ്റ് അസൈൻ ചെയ്യുക. വളരെ സിമ്പിളാണ്. നമ്മൾ ഈ സ്ക്രീൻ റെക്കോർഡിംഗ് നോക്കി ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഇതിൽ ഹോം ബട്ടൺ. ആദ്യം നമ്മൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞത്, പിന്നെ ടീം പറഞ്ഞു, പിന്നെ ഹോം പറഞ്ഞു. ഹോമിൽ നമുക്ക് വരുന്നത് അസറ്റ് എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്.
നമുക്കറിയാം നമ്മുടെ കമ്പനിയിൽ ഒരു വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ അസറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഓഫീസിൻ്റെ ബേസ് ആകുമ്പോൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടേബിള്, ചെയർ, പിന്നെ വഹിക്കിൾ, ഇതൊക്കെ ഓഫീസിന് വേണ്ടി വാങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പനിക്ക് വേണ്ടിയാണെങ്കിൽ ജാക്കി, സ്പാന്, ഷീറ്റ്, മിക്സർ മെഷീന്, വഹിക്കിൾ, ഇതൊക്കെ അതിനും വാങ്ങുന്നുണ്ട്. ഇതൊന്നും നമ്മൾ റെക്കോർഡിക്കലാക്കി വെക്കാറില്ല. എന്നാൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസറ്റ് എക്സ്പെൻസ് ഒരു വർഷത്തിൽ എത്രയാണ് വരുന്നത് അത് കംപ്ലീറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ഓഫീസ് എക്സ്പെൻസ്, അതെല്ലാവരും ചെയ്യുന്നൊരു വർക്കാണ്. ഓഫീസ് എക്സ്പെൻസ് കൃത്യമായി എഴുതി വെക്കുന്നുണ്ടാവും. നമുക്ക് ഇതിലൊന്നും കൂടിയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓഫീസിൽ വരുന്ന സാലറി, കറണ്ട് ബില്ല്, റെൻറ്റ്, വാട്ടർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രിൻറ്റിങ് ചാർജ്, ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതിൽ അസറ്റ് എക്സ്പെൻസും ഓഫീസ് എക്സ്പെൻസും നമ്മളുടെ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ അസറ്റിൽ ഏകദേശം 13,15,000 എക്സ്പെൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് എങ്ങനെയാണ് മീറ്റ് ചെയ്യണത്? ഇതൊരു ഇൻകം ആണല്ലോ. ആ ഇൻകമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അസറ്റ് ഇൻകം ഉണ്ട്. ഈ ഇൻകം അസറ്റ് ഇൻകം ഉണ്ട്, ഓഫീസ് ഇൻകം ഉണ്ട്. അപ്പം നമ്മൾ എന്ത് വെച്ചാൽ ആ അസറ്റിൽ വന്ന ചിലവ് മീറ്റ് ചെയ്യാൻ നമ്മൾ ഇൻകം കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡിസ്ക്രിപ്ഷനിൽ എവിടെ നിന്നാണോ ഇൻകം കൊണ്ടുവരുന്നത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻകം എടുക്കുന്നത് പല മെത്തേഡിലുണ്ട്. ഒന്ന് സൈറ്റിൽ നിന്ന്, ഇപ്പോൾ സൈറ്റിൽ നമ്മൾ 10 ലക്ഷം അഡ്വാൻസ് എമൗണ്ട് കിട്ടി, അപ്പോൾ അതിന് നമ്മൾ 2 ലക്ഷം ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ വാങ്ങാം, ജാക്കി വാങ്ങാം, ഷീറ്റ് വാങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ സൈറ്റിൽ നിന്നും ഇൻകം വന്നതായിട്ട് കാണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഇൻകം വന്നത് ആ സൈറ്റിൽ കൊണ്ടുപോയിട്ട് എക്സ്പെൻസ് ആയിട്ട് എൻ്റർ ചെയ്യും വേണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അവിടെ പോകുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ 13 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ഇൻകം എവിടെ നിന്നാണ് വന്നത് എന്ന് രേഖപ്പെടുത്താൻ ഇതിൽ നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഓഫീസിലും അവിടെ ഈ പ്ലസ് ചിഹ്നം നോക്കി കഴിഞ്ഞാൽ ഓഫീസിലെ ഇൻകം മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓഫീസിലേക്ക് നമുക്ക് കൊടുക്കുന്ന ഇൻകമാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് 20,000, 50,000, 12,000. ഇത് എവിടെ നിന്നൊക്കെ കൊടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ഓഫീസ് ടോട്ടൽ ഇൻകം 4,44,000 ഓഫീസിലെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് 82,000. അപ്പോൾ ഓഫീസിൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3,62,800 പ്രോഫിറ്റ് വരും. അപ്പോൾ നമ്മൾ ഓഫീസിലെ കണക്കും അസറ്റിലെ കണക്കും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അതേപോലെ അസറ്റിൽ വരുന്ന എക്സ്പെൻസ് 3,15,000. അസറ്റിൽ വന്ന ഇൻകം 13,45,000. അസറ്റിൽ ബാലൻസ് വരുന്നത് 30,002 രൂപയാണ്. ഇങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ അസറ്റിനെയും ഓഫീസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് നേരത്തെ പറഞ്ഞ ഫിൽറ്റർ വരുന്നുണ്ട്. ഏത് രൂപത്തിൽ നമുക്ക് ഫിൽറ്റർ ചെയ്ത് റിപ്പോർട്ട് എടുത്ത് അത് എന്ത് ചെയ്യാം? PDF ആക്കിയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് അസറ്റ് എക്സ്പെൻസിൻ്റെ റിപ്പോർട്ട് നോക്കാം. അസറ്റ് എക്സ്പെൻസ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ ചെയ്ത് വരുന്നു. ഞാൻ ജസ്റ്റ് ഒന്നും കൊടുക്കാതെ തന്നെ ഫിൽറ്റർ കൊടുത്തു. ഓട്ടോമാറ്റിക് മുകളിൽ PDF ഉണ്ട്. നമ്മൾ PDF ഷെയർ ചെയ്തു. ഇത് നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഇത് നേരെ വാട്സപ്പിൽ ഇങ്ങനെ റിപ്പോർട്ടായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കിട്ടും. ഇതാണ് ഇത് നേരത്തെ പറഞ്ഞ ഒരുപാട് റിപ്പോർട്ടുകൾ, 12 റിപ്പോർട്ട് നമുക്ക് ഇതിന് PDF വിത്തിൻ സെക്കൻഡ് കൊണ്ട് PDF ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നീട് ഈ ഹോം പേജിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ടാസ്ക്. നമ്മുടെ കമ്പനി MDമാർ പല യാത്രകളും പോകാറുണ്ട്. പല സ്ഥലങ്ങളിൽ പല ഓഫീസിൽ നിന്ന് 2-3 ദിവസമൊക്കെ വിട്ടു നിൽക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്റ്റാഫിനോട്, നമ്മുടെ അക്കൗണ്ടൻറ്റിനോട്, നമ്മുടെ സൂപ്പർവൈസറോട്, നമ്മുടെ പ്രൊജക്ട് മാനേജറോടൊക്കെ നമുക്ക് ടാസ്ക് രൂപത്തിൽ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ടാസ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? പ്ലാൻ വരക്കുക എന്നുള്ള ജസ്റ്റ് ഒരു ടാസ്ക് ആഡ് ചെയ്തു. ഏത് സൈറ്റാണ് അവിടെ മെൻഷൻ ചെയ്യണം. അവിടെ ഇത്രയും സൈറ്റുകളുണ്ട്. അതിൽ ഞാൻ എന്ത് ചെയ്തു? ഈ അൻവർ മഞ്ചേരി എന്നുള്ള സൈറ്റ് മെൻഷൻ ചെയ്തു. ഇത് അൻവർ മഞ്ചേരി എന്നുള്ള സൈറ്റ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു. ജസ്റ്റ് നമ്മളിവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞപ്പോൾ റിട്ടേൺ ആണ് ഐഫോണിലുള്ളത്. റിട്ടേൺ അടിച്ച് കഴിഞ്ഞാൽ ഈ ടാസ്ക് ഇവിടെ എൻ്ററായി. ഈ പ്ലാന് അൻവർ. ഇത് ആർക്കൊക്കെ പോവും? ഈ അൻവർ എന്ന സൈറ്റ് മെൻഷൻ ചെയ്ത അക്കൗണ്ടൻറ്റിനും പ്രൊജക്ട് മാനേജർക്കും സൂപ്പർവൈസർക്കും ഈ ടാസ്ക് പോവും. അതോടൊപ്പം MDയുടെ, ഇപ്പോൾ MDയുടെ അക്കൗണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്, MDയുടെ അക്കൗണ്ടിലും ഇത് ക്രിയേറ്റ് ആവും. ഈ രൂപത്തിൽ ടാസ്ക് നമുക്ക് ഏത് വർക്ക് ഉണ്ടെങ്കിലും, ഇപ്പോൾ ഇന്ന് നമ്മുടെ സൂപ്പർവൈസർമാർ ഓരോ സൈറ്റിലും എന്ത് വർക്ക് എടുക്കണം എന്നുള്ളത് നമുക്ക് ടാസ്ക് രൂപത്തിൽ പറയാൻ പറ്റും. അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ സൂപ്പർവൈസർമാർക്ക് ഇങ്ങോട്ടും ടാസ്ക് അസൈൻ ചെയ്യുക, പ്രൊജക്ട് മാനേജർക്കും ടാസ്ക് അസൈൻ ചെയ്യുക. അത് നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കിടക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എണീക്കാൻ വൈകി അല്ലെങ്കിൽ നമ്മൾ ലൈനിലില്ല, അപ്പോൾ ആ പ്രൊജക്ട് മാനേജർക്ക് എന്ത് ചെയ്യുക? അവൻ്റെ ഇന്നത്തെ ടാസ്ക് മൊത്തം എൻ്റർ ചെയ്യാൻ പറ്റും. സൂപ്പർവൈസറുടെ ടാസ്ക് മൊത്തം എൻ്റർ ചെയ്യാൻ പറ്റും. ഈ ടാസ്കുകൾ എഗെയിൻസ്റ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ വരണം. ഇപ്പോൾ ഈ അൻവറിൻ്റെ പ്ലാൻ വരക്കാനാണ് ഈ ടാസ്ക്. അപ്പോൾ ജസ്റ്റ് ഈ ടാസ്ക് ഇതിൽ ടിക്ക് ഇട്ടാൽ, ടിക്ക് ഇടുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഈ പ്ലാന് ഇതിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ അവിടെ എത്തുന്ന സമയത്ത് എവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ സ്ഥലം കാണിച്ചത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പേജിൽ വരുന്നത്. ഇതിൽ ഒരു ബട്ടണും കൂടി പറയാനുണ്ട്. ഈ ഒരു ബട്ടണാണ്, ജസ്റ്റ് പറഞ്ഞു പോകാം. പിന്നീട് കുറച്ച് ലാസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവുക. ഇത് കാറ്റഗറി ആഡ് ചെയ്യാനുള്ളതാണ്. അതായത് ഇപ്പോൾ മെറ്റീരിയൽ, ഇപ്പോൾ സിമെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയലിൽ പോയിട്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ്,
മെറ്റീരിയൽ, ലേബർ, സബ് വർക്ക്, ഫ്യൂവൽ അങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് ആഡ് ചെയ്യുക. ഇനി ലേബർ ടൈപ്പ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ആഡ് ചെയ്യുക. സബ് വർക്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. ഓഫീസ് എക്സ്പെൻസിൽ ആഡ് ചെയ്യാം. അസറ്റ് എക്സ്പെൻസിൽ ആഡ് ചെയ്യാം. പ്രൊജക്റ്റ് ടൈപ്പിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആഡ് ചെയ്യാനുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇത് 3 ബട്ടൺ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്രെഡിറ്റ് കംപ്ലീറ്റ് ആയി, അതുപോലെ തന്നെ ടീം കംപ്ലീറ്റ് ആയി, ഹോം കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ബട്ടണിലോട്ട് പോകുന്നത്. അത് പ്രൊജക്റ്റാണ്. ഞാനിത് തുടങ്ങിയപ്പോൾ പറഞ്ഞു, നമ്മുടെ സബ് കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ്, ലേബേഴ്സ്, സൂപ്പർവൈസർ, പ്രൊജക്ട് മാനേജർ, അക്കൗണ്ടൻറ്റ്, കമ്പനി MD, പ്രൊജക്റ്റുകൾ, അസറ്റ് എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, ഇതിനെല്ലാം ഒറ്റ ക്ലിക്കിൽ കൺട്രോൾ ചെയ്യാം. അതിനാണ് ഈ മുകളിൽ കാണുന്ന ഈ ഒരു ബട്ടൺ നോക്കി കഴിഞ്ഞാൽ കമ്പനീൻ്റെ ടോട്ടൽ റിപ്പോർട്ടിംഗ് വന്നു. ഇപ്പോൾ മനസ്സിലാവും. ഈ പ്രൊജക്റ്റ് എക്സ്പെൻസ് ഏറ്റവും ടോപ്പിൽ കാണുന്ന പ്രൊജക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 26 സൈറ്റിലും കൂടി 60 ലക്ഷം രൂപ എക്സ്പെൻസ് ആയിട്ടുണ്ട്. ഈ 26 സൈറ്റിലും 8,90,000 രൂപ ക്രെഡിറ്റ് ഉണ്ട്. ഇത് വലിയൊരു ബെനിഫിറ്റാണ് നമുക്ക് ഈ ക്രെഡിറ്റ് മുകളിൽ കിട്ടുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്രെഡിറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാഴ്ചയിലാണ് നമ്മൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ ഈ 8,90,000 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു 4 ലക്ഷം രൂപയാണ് കൊടുക്കുക, അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് കൊടുക്കുക. ഈ 4 ലക്ഷം രൂപ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഈ ക്രെഡിറ്റ് ഓരോരുത്തർക്കും വീതം വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ കമ്പനിയുടെ ക്രെഡിറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം നമുക്ക് ടോട്ടൽ പെയ്ഡ്, നമുക്ക് 60 ലക്ഷം എക്സ്പെൻസ് ആയെങ്കിലും നമ്മൾ 51 ലക്ഷം മാത്രമേ പെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ടോട്ടൽ റിസീവ്ഡ് എമൗണ്ട് 1,41,00,000 നമുക്ക് റിസീവ് ആയിട്ടുണ്ട്. ടോട്ടൽ പ്രൊജക്റ്റ് എമൗണ്ട് ഏകദേശം 9,82,00,000 നമുക്ക് പ്രൊജക്റ്റിൽ നിന്ന് കിട്ടാനുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഡെമോ കണക്കാണ്, അതൊരു ഫേക്ക് കണക്കാണ്, യഥാർത്ഥ കണക്കല്ല. ഞാൻ ജസ്റ്റ് ഡെമോക്ക് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് കണക്ക് തമ്മിലൊരു പൊരുത്തക്കേടുള്ളത്. അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഇൻ ബാലൻസ്, ഈ 3 കള്ളിയും ഏറ്റവും പ്രധാനപ്പെട്ടാണ്. പേയ്മെൻറ്റ് ഇൻ ബാലൻസ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് എമൗണ്ടിൽ നിന്ന് റിസീവ്ഡ് എമൗണ്ട് കുറച്ചതാണ്. അതായത് ടോട്ടൽ പ്രൊജക്റ്റ് എമൗണ്ട് നമുക്ക് 9 കോടി കിട്ടാനുണ്ട്, അതിന് റിസീവ് ആയത് 1 കോടിയാണ്. അപ്പോൾ നമുക്ക് 8 കോടി എന്നുള്ളത്, അതായത് ഇത്ര കോടി നമുക്ക് കിട്ടാണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പല പ്ലാനിങ്ങും നടത്താൻ പറ്റും. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് റിസീവ്ഡ് എമൗണ്ടിൻ്റെ പെയ്ഡ് എമൗണ്ട് കുറക്കാനുള്ളതാണ്. അതായത് നമ്മൾ കൊടുത്ത എമൗണ്ടാണ് കുറക്കണത്. അതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഉള്ള ക്യാഷ്. അതായത് നമ്മൾ ടോട്ടൽ നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 60,000 രൂപയാണ്. നമ്മൾ പെയ്ഡ് ചെയ്തത് 51 ലക്ഷമാണ്. അപ്പോൾ റിസീവിൽ നിന്നും പെയ്ഡ് ചെയ്തത് കുറക്കുന്നതാണ് ആ 89 ലക്ഷം എന്ന് പറഞ്ഞത്. മറ്റൊന്ന് പറഞ്ഞാൽ റിസീവ്ഡ് നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറക്കുന്നതാണ്. ഇത് തമ്മിലുള്ള മാറ്റം എന്താ വെച്ചാൽ, ശരിക്കും നമ്മുടെ കയ്യിൽ 80 ലക്ഷം രൂപ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ 89 ലക്ഷം രൂപയുണ്ട്. ആ 9 ലക്ഷം രൂപ ഏതാണ്? ഏകദേശം 8,90,000 രൂപ നമ്മുടെ ക്രെഡിറ്റ് ഉണ്ട്. ആ ക്രെഡിറ്റ് നമ്മൾ ക്ലോസ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്രയും രൂപ നമ്മുടെ കയ്യിൽ വരാനുള്ള കാരണം. ഒരു യഥാർത്ഥ ഒരു നല്ല കമ്പനി എന്ന് പറയുമ്പോൾ ഈ ക്യാഷ് ഇൻ ഹാൻഡും ബാലൻസ് ഇൻ ഹാൻഡും ഈക്വലി വരണം. നമ്മൾ എവിടെയും ക്രെഡിറ്റ് വെക്കാതെ പോവുകയാണ് നമ്മളെ കമ്പനിക്ക് എപ്പോഴും നല്ലത്. പിന്നെ നമ്മുടെ പ്രൊജക്റ്റ്, ടോട്ടൽ പ്രൊജക്റ്റ് അത് കംപ്ലീറ്റഡ് 2 ഓൺഗോയിങ് 21 ഹോൾഡ് എന്ന് പറയുന്നത് 1, ഡ്രോപ്പ് എന്ന് പറയുന്നത് 2. പിന്നെ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ നമുക്ക് ഏത് പ്രൊജക്റ്റും ഇവിടെ നേരിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ പ്രൊജക്റ്റിലേക്ക് എൻ്റർ ചെയ്യും. ജസ്റ്റ് നമുക്ക് ഏത് പ്രൊജക്റ്റാണോ വേണ്ടത് അതിൽ പോയിട്ട് നോക്കി കഴിഞ്ഞാൽ അവർക്ക് എൻ്റർ ചെയ്യാം. വേറെ രൂപത്തിൽ എൻട്രി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് മൊത്തം റിപ്പോർട്ടാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു റിപ്പോർട്ട്, ഒരു കമ്പനിയുടെ MDക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന റിപ്പോർട്ടാണ്. നമ്മൾ എന്തിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? നമുക്ക് 42% മെറ്റീരിയൽസ് വാങ്ങുന്നുണ്ട്, 41% ലേബർ വരുന്നുണ്ട്, സബ് വർക്ക് വരുന്നത് 10%. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്യൂവലോ അല്ലെങ്കിൽ നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരം ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ മൊത്തം ഫ്യൂവൽ വന്നാൽ നമ്മുടെ കമ്പനി ഏകദേശം 5 ലക്ഷം രൂപേൻ്റെ ഫ്യൂവൽ ഒരു മാസം അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് വണ്ടി വാങ്ങാൻ സമയമായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് ഒരു മാസം 1.5 ലക്ഷം ചിലവാക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യാൻറ്റീൻ തുടങ്ങാൻ സമയമായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്റ്റഡികൾ നമുക്ക് നടത്താൻ പറ്റും ഈ ഒരു റിപ്പോർട്ട്. ഇതിൽ ഗ്രാഫ് റിപ്പോർട്ടുണ്ട്, എമൗണ്ട് ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്. അടിയിൽ വരുന്നത് മെറ്റീരിയൽ എക്സ്പെൻസ് ആണ്. ഞാനിപ്പോൾ കാണിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ 26 സൈറ്റിൻ്റെ റിപ്പോർട്ടാണ്. ഓരോ പ്രൊജക്റ്റിൻ്റെ അല്ല, ഓരോ പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ടും ഇനി പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ വരുന്നുണ്ട്. ഈ 26 പ്രൊജക്റ്റിൽ മെറ്റീരിയൽ ഇത് ഏറ്റവും നല്ല റിപ്പോർട്ടാണ്. അതായത് 13,90 കിലോ സ്റ്റീൽ വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും സ്റ്റീൽ വാങ്ങുന്ന കമ്പനിയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് ഏതെങ്കിലും നല്ല കമ്പനിയുമായിട്ട് ഹോൾസെയിൽ റേറ്റിന് സംസാരിക്കാൻ പറ്റും. ഏകദേശം 2735 ചാക്ക് സിമെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വർഷത്തിൽ നമുക്ക് എന്തെല്ലാം രീതിയിലാണ് കണക്ക് വരുന്നത്. ഓരോ മെറ്റീരിയലും ഈ 26 സൈറ്റിക്ക് വാങ്ങുന്ന കണക്കാണ് ഈ മുകളിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ലേബറാണ്. നമ്മൾ ഏത് ലേബർക്കാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ടുള്ളത്? നമുക്ക് പ്ലാസ്റ്ററിങ്ങിന് ലേബറുണ്ട്, പെയിൻറ്റിങ്ങിന് ലേബറുണ്ട്, ഇലക്ട്രിക്കൽ ലേബറുണ്ട്. ഇത് നമ്മൾ ഓൺ ലേബറാണ്. ആ പ്ലാസ്റ്ററിങ്ങിൻ്റെ ലേബറിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത് 22 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രൂപത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. മറ്റൊന്ന് നമ്മൾ സബ് വർക്കാണ്. ഇവിടെ സെൻട്രിങ് 49% സെൻട്രിങ്, ഏകദേശം 4,96,000 സെൻട്രിങ് നമ്മൾ സബ് കൊടുത്തിട്ടുണ്ട് ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സബ് വർക്കിനെ നമുക്ക് സ്വന്തമായിട്ട് സെൻട്രിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി നമുക്ക് ഒറ്റ ക്ലിക്ക്, നമുക്കൊരു പാർട്ട്ണർ ഉണ്ട്, അയാൾ വിദേശത്താണ് മനസ്സിലാക്കി, ഒറ്റ ക്ലിക്കിന് നമ്മുടെ റിപ്പോർട്ട് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു അടിപൊളി ഫീച്ചർ കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്റ്റ് ഉണ്ടോ, ഇത് മാത്രം ഒരു കമ്പനി MD ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റ്, ടോട്ടൽ പ്രൊജക്റ്റ് എമൗണ്ട്, പ്രൊജക്റ്റ് റിസീവ്ഡ് എമൗണ്ട്, പ്രൊജക്റ്റ് എക്സ്പെൻസ്, ക്രെഡിറ്റ്, പേയ്മെൻറ്റ്, ഇതൊക്കെ ഓട്ടോമാറ്റിക് വരുന്ന റിപ്പോർട്ടാണ്. ആകെ ചെയ്യേണ്ടത് എക്സ്പെൻസ് ആഡ് ചെയ്യാന്നുള്ള വർക്ക് മാത്രമാണ്. അതോടെ നമുക്ക് ഇത്തരം റിപ്പോർട്ടുകൾ കിട്ടും. ഇത് മൊത്തം കമ്പനി റിപ്പോർട്ട് PDF ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. നേരെ വാട്സപ്പിലോട്ട് ഷെയറായി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒറ്റ ക്ലിക്കിന് കിട്ടുന്ന നമ്മുടെ ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് പ്രൊജക്റ്റിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്യാണ്. ഇവിടെയാണ് നമ്മൾ പ്രൊജക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ നേരെ പ്രൊജക്റ്റിൽ നോക്കിയാൽ ഇവിടെയാണ് പ്രൊജക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഷെഫീഖ് എന്ന് സെർച്ച് ചെയ്താൽ ഷെഫീഖിൻ്റെ പ്രൊജക്റ്റ് നമുക്ക് മുന്നോട്ട് വരും. അപ്പോൾ നമുക്ക് പേര് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. കുറേ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് പ്രൊജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഡ്രോപ്പും അതേപോലെ തന്നെ കംപ്ലീറ്റഡ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ, ഈ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസ് വരും. പ്രോഗ്രസ്, ഡണ്ണ്, ഡ്രോപ്പ്, ഹോൾഡ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ആക്കി കൊടുക്കാൻ. ജസ്റ്റ് ഹോൾഡ് ആയി കഴിഞ്ഞാൽ അത് ഹോൾഡ് എന്നുള്ള ബട്ടണിലോട്ട് മാറിക്കഴിയും. ഇനി നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലോട്ട് ശരിക്കും എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഷിബിൻ താമരശ്ശേരി എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിലോട്ട് എൻ്റർ ചെയ്തു. ഇതാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൽ കാണുന്ന ഈ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നിലവിൽ ഈ കാണിച്ച പ്രൊജക്റ്റ് ആ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് 23 ലക്ഷം എക്സ്പെൻസ് ഉണ്ട്. അതിൽ ടോട്ടൽ പേയ്മെൻറ്റ് 19 ലക്ഷം ഉണ്ട്. അതുപോലെ തന്നെ അതിൽ പ്രൊജക്റ്റ് എമൗണ്ട് 1.5 കോടിയാണ്. അതിൽ ബാലൻസ് ഇൻ ഹാൻഡ് മൈനസ് ആണ്. ഇങ്ങനെ ഇതോട് വലിയ ഗുണമാണ്. ഈ ബാലൻസ് ഇൻ ഹാൻഡും പേയ്മെൻറ്റ് ഇൻ ബാലൻസും റെഡ് കത്തും. ഇവിടെ നമുക്ക് 1,30,00,000 കിട്ടാണ്ട്, പക്ഷെ നമ്മളെ കയ്യിൽ 3,81,000 മൈനസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് ക്ലയൻറ്റ് എടുത്ത് പേയ്മെൻറ്റ് വാങ്ങണം. ഈ ഒരു പ്രശ്നം എല്ലാവർക്കും വരുന്നുണ്ടാവും. നമുക്കൊരു 10 സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു 5-6 സൈറ്റ് പേയ്മെൻറ്റ് കൃത്യമായിട്ട് തരുന്നേക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരേക്കന്ന് കൃത്യമായിട്ട് പേയ്മെൻറ്റ് വാങ്ങുകയും ചെയ്യും. അതോടൊപ്പം പേയ്മെൻറ്റ് തരാത്ത ആളേക്കന്ന് നമ്മൾ ആ ക്യാഷ് വെച്ച് റോൾ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ അവസാനം ഈ പേയ്മെൻറ്റ് കിട്ടാത്ത സൈറ്റിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് മൊത്തം ബ്ലോക്കാവും, കമ്പനി നഷ്ടമാവും. അങ്ങനെ പൂട്ടിപ്പോയ കമ്പനികൾ വരെ നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇത് റെഡ് കത്തുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു ഫീച്ചറാണ്. പിന്നെ നമ്മുടെ സ്റ്റേജുകൾ ഇവിടെ ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് സൈറ്റ് എക്സ്പെൻസൊക്കെ നേരിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിൽക്കിയാൽ നേരിട്ട് എക്സ്പെൻസിലോട്ട് പോകും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ പ്ലസ് ചിഹ്നം നെക്കിയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സ്പെൻസിലോട്ട് പോകാൻ പറ്റും. അതിന് മുന്നേ ഒരു ചെറിയൊരു സാധനം മറന്നു പോയിട്ടുണ്ട്. നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ കണ്ടോ, ഈ മെയിൻ ബട്ടണിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം ഈ പ്ലസ് ചിഹ്നം നിൽക്കുക. ആ പ്രൊജക്റ്റ് നെയിം ചോദിക്കും. ഞാൻ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് നെയിം കൊടുത്തു. ലൊക്കേഷൻ ചോദിക്കും, ജസ്റ്റ് ലൊക്കേഷൻ കൊടുത്തു. ഏരിയ ജസ്റ്റ് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യും? പ്രൊജക്റ്റ് എമൗണ്ട് ഇത് കൃത്യമായിട്ട് കൊടുക്കണം. ഇത് നമുക്ക് മെയിൻ എല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. ഇത് നിർബന്ധമാണ്. ഞാൻ എന്തായാലും ഒരു 12,50,000 പ്രൊജക്റ്റ് എമൗണ്ട് കൊടുത്തു. അതിൽ നമ്മൾ പ്രൊജക്റ്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഈ ടൈപ്പ് നമുക്ക് ഏത് ടൈപ്പ് നേരത്തെ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇൻറ്റീരിയർ എന്ന് കൊടുത്തു. പിന്നെ ഇവിടെ പ്രൊജക്റ്റ് മാനേജർ ചോദിക്കും. ഞാൻ എന്ത് ചെയ്യും? പ്രൊജക്റ്റ് മാനേജർ വിജേഷ് എന്ന് പറഞ്ഞ ആളെ കൊടുത്തു. അപ്പോൾ വിജേഷിൻ്റെ കീഴിലുള്ള സൂപ്പർവൈസർ അനസിനെ കൊടുത്തു. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് എത്ര ആൾക്ക് പോകും? ആ നമ്മൾ ബി എന്ന് പറഞ്ഞ ക്ലയൻറ്റിന് പോവും. അതേപോലെ തന്നെ വിജേഷ് എന്ന് പറഞ്ഞ പ്രൊജക്ട് മാനേജർക്ക് പോവും, അനസിന് പോവും, കമ്പനി അക്കൗണ്ടിലുണ്ടാവും. അതേപോലെ തന്നെ ഇത്രയുമാണ് ഈ 5 പേർക്കും ഈ ഒരു പ്രൊജക്റ്റ് പോകും. ക്ലയൻറ്റിനടക്കം ഈ പ്രൊജക്റ്റ് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പം ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് ആഡ് കൊടുത്തു. ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ബി എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ആഡായി. ഇപ്പോൾ ആക്ച്വലി ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പോൾ നമ്മൾ ആ പേര് കൊടുത്ത് തെറ്റാണല്ലോ, നേരെ ഇവിടെ പോയി കഴിഞ്ഞാൽ എഡിറ്റ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ എൻ്റർ ചെയ്തു അതൊക്കെ എഡിറ്റ് ചെയ്യും. അപ്പോൾ പേര് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മൾ
ബബീഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൽ പെറ്റിൻ്റെ പേര് മാറ്റാൻ പറ്റും. എല്ലാം മാറ്റിയിട്ട് നമുക്ക് വീണ്ടും അപ്ഡേറ്റ് കൊടുക്കാൻ പറ്റും, പേര് കറക്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും ഈ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഷിബിൻ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ കയറാൻ പോവാണ്. മുകളിലുള്ള ഫീച്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു സിമ്പിളാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം എല്ലാ ഫീച്ചറും കിടക്കുന്നത് ഈ മുകളിലെ ഈ 3 ലൈനിലാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന ഇത്രയും ഫീച്ചർ നമുക്ക് വരും. റൈറ്റ് സൈഡിലുള്ള ഈ ഒരു കോർണറിലാണ് എല്ലാം വരുന്നത്. എക്സ്പെൻസ്, ടാസ്ക്, അറ്റൻഡൻസ്, സ്റ്റേജ്, റിപ്പോർട്ട്, ഡോക്യുമെൻറ്റ്, പേയ്മെൻറ്റ്, ഇൻവോയ്സ്, ക്രെഡിറ്റ്, അനലിറ്റിക്സ്, എഡിറ്റ്, ഇത്രയും ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ അതിൽ എക്സ്പെൻസ് നമുക്ക് ലാസ്റ്റ് പറയാം. ആദ്യം നമുക്ക് ടാസ്കും അറ്റൻഡൻസും പറയാം. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പ്ലസിനെ വെച്ച് ടാസ്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹോം പേജിൽ നിന്ന് ടാസ്ക് ആഡ് ചെയ്തതുപോലെയല്ല, ഇവിടെ ടാസ്ക് ആഡ് ചെയ്യുമ്പോൾ മറ്റൊരു ഫോർമാറ്റാണ് വരിക. എൻ്റെ ടാസ്ക് ഉണ്ട്, ഡേറ്റ് ആഡ് ചെയ്യുക, ആർക്കാണ് അസൈൻ കൊടുക്കുക, എന്തെങ്കിലും കൂടുതൽ എഴുതാണെങ്കിൽ റിമാർക്സിൽ എഴുതുക, ഫോട്ടോസോ എന്തെങ്കിലും ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്താൽ ജസ്റ്റ് ടാസ്ക് ആഡ് ചെയ്താൽ ഈ ടാസ്ക് ആഡ് ആവും. അപ്പോൾ ഈ ടാസ്ക് ആർക്കാണ് ആഡ് ആവുക? ഈ ഷിബിൻ എന്ന് പറഞ്ഞ സൈറ്റ് ആർക്കാണോ ചുമതല, അതിൻ്റെ പ്രൊജക്ട് മാനേജർ, അതിൻ്റെ MD, അതിൻ്റെ അക്കൗണ്ടൻറ്റ്, അതിൻ്റെ സൂപ്പർവൈസർ, ഇത്രയും ആളുകൾക്ക് ഈ ടാസ്ക് പോകും. അതേപോലെ തന്നെയാണ് അറ്റൻഡൻസ്. അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൗണ്ട് മാത്രമാണ്, എക്സ്പെൻസിലേക്ക് പോകുന്ന അറ്റൻഡൻസ് അല്ല, കൗണ്ടാണ്. നമുക്ക് എന്നും രാവിലെ കോൾ വരും, അവിടെ ഇന്ന് വർക്കേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ വർക്കേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം കൂടിയാണ് ഇത്. ഇനി ക്ലയൻറ്റ് നമ്മളെ വിളിക്കേണ്ട ആവശ്യമില്ല. ക്ലയൻറ്റ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എന്തുണ്ടാവും, അതിൽ കൃത്യമായിട്ട് അറ്റൻഡൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നിൽക്കുക, ഇവിടെ ഏത് വർക്കറാണെന്ന് വെച്ചാൽ ആ വർക്കറെ മെൻഷൻ ചെയ്യുക, അതിനുശേഷം ഡേറ്റ് കൊടുക്കുക, എത്ര മെയിൻ, എത്ര ഹെൽപ്പർ, ഷിഫ്റ്റ് ആണോ എന്ന് കൊടുക്കുക, റിമാർക്സിൽ എന്തെങ്കിലും എഴുതാണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ നമുക്കിവിടെ അറ്റൻഡൻസ് ആഡ് ആവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് 5 മെയിൻ, ഒരു 2 ഹെൽപ്പർ, ഷിഫ്റ്റ് എന്നുള്ളിടത്ത് നമ്മൾ ഫുൾ ടൈം, റിമാർക്സിലൊന്നും എഴുതിയില്ല, ജസ്റ്റ് ആഡ് കൊടുത്തു. അപ്പോൾ ആ ഒരു ഡേറ്റിൽ ആ ഒരു അറ്റൻഡൻസ് അവിടെ എന്ത് ചെയ്യും, മെൻഷൻ ചെയ്യും. 7 അറ്റൻഡൻസ്. ഇത് ജസ്റ്റ് ഈ ഒരു ഇതിമ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് അറ്റൻഡൻസ് നമുക്ക് കാണാൻ പറ്റും. അറ്റൻഡൻസ് ഒന്നും കൂടി ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അറ്റൻഡൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് സംഭവം എന്ന് വെച്ചാൽ സ്റ്റേജ് ആണ്. ഇതെന്നാണ് എഞ്ചിനീയേഴ്സിനോടും കോൺട്രാക്ടേഴ്സിനോടും കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളൊരു പെർഫെക്റ്റ് എഞ്ചിനീയർ ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ഉപയോഗിക്കണം. നമ്മളുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 മാസം സമയമാണ് കിട്ടുക. നമ്മൾ 4 മാസം കൊണ്ട് തീർക്കുന്നുണ്ടാവും, പക്ഷെ 5 മാസം കൊണ്ട് തീർക്കുന്നുണ്ട്. പക്ഷേ ഈ 6 മാസത്തിൽ നമുക്ക് ഒറ്റ സ്റ്റാർട്ടിങ് ഡേറ്റും ഒറ്റ എൻഡിങ് ഡേറ്റും മാത്രമേ ഉള്ളൂ. ശരിക്കും അങ്ങനെ പോരാ. ഒരു പ്രൊജക്റ്റിൽ എന്തെല്ലാം സ്റ്റേജുകളുണ്ടോ അതിനൊക്കെ ഒരു സ്റ്റാർട്ടിങ് ഡേറ്റും അതിനൊക്കെ ഒരു എൻഡിങ് ഡേറ്റും വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, ഡിമോളിഷിങ് 22 തുടങ്ങി 25 തീരണം. ഇത് നമുക്ക് ഡിമോളിഷിങ് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഉണ്ട്, ബേസ്മെൻറ്റ് ഉണ്ട്, സ്ലാബ് ഉണ്ട്, ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്ബായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ പ്ലസ് ചിഹ്നം തന്നെയാണ് അതിന് ഉപയോഗപ്പെടുത്തുന്നത്. അത് മാത്രമല്ല മറ്റൊരു ഫീച്ചർ എന്താ വെച്ചാൽ, ഡിമോളിഷിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊട്ടേഷനിൽ ഇട്ട എമൗണ്ട് 30,000 രൂപയാണ്. അപ്പോൾ ഡിമോളിഷിങ് എത്ര രൂപയ്ക്ക് തീരണം, മിനിമം 25,000 രൂപയ്ക്ക് തീരണം. അപ്പോൾ നമ്മുടെ കോൺട്രാക്ടേഴ്സിനോട്, നമ്മുടെ സൂപ്പർവൈസറോടും പ്രൊജക്ട് മാനേജർ നമ്മൾ പറയുന്നത് എന്താണ്, 22 തുടങ്ങിയ വർക്ക് 25 തീരും വേണം, 25,000 രൂപക്കും തീരണം. അപ്പം നിങ്ങളുടെ പ്രൊജക്റ്റ് കൃത്യമായ സമയത്തും തീരും, കൃത്യമായ പ്രോഫിറ്റും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഫൗണ്ടേഷൻ 47,000 രൂപയ്ക്ക് തീർന്നില്ല, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൊട്ടേഷൻ പരിശോധിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. കൊട്ടേഷനിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും, ആ മിസ്റ്റേക്ക് ഇനി ആവർത്തിക്കാതെ നോക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് റിവാർഡ് ആകുമ്പോൾ നമ്മൾ എൻ്റെ ടീമിനെ വിളിച്ചു കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റേജ് മൊത്തം നമ്മൾ പ്ലാൻ ചെയ്യുക. ഒരു ഐഡിയയും കൂടി പറഞ്ഞുതരാം. നമ്മളൊരു 6 മാസത്തിനെടുത്ത പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മളെ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചിട്ട് നമ്മൾ പറയേണ്ടത് 5 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്. നമ്മുടെ ലേബേഴ്സിനോടും സബ് കോൺട്രാക്ടേഴ്സിനോടും നമ്മൾ പറയേണ്ടത് 4.5 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ 4.5 മാസം കൊണ്ട് നിങ്ങൾ ഈ സ്റ്റേജ് എന്ന ബട്ടൺ ഉപയോഗിച്ചിട്ട് ഷെഡ്യൂളിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ 5 മാസം കൊണ്ട് തീർക്കാം, അതിനേക്കാൾ ഡിലേ വന്നാൽ 6 മാസം കൊണ്ട് തീർക്കാം. ഇതേപോലെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങളുടെ വർക്ക് തീരുന്നതായിരിക്കും. ഇനി അടുത്തൊരു ബട്ടൺ എന്ന് പറയുന്നത് റിപ്പോർട്ടാണ്. റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലയൻറ്റിന് കിട്ടുന്ന ഒരു ഫീച്ചറും കൂടിയാണ്. നിങ്ങളുടെ സൂപ്പർവൈസറോടും പ്രൊജക്ട് മാനേജറോടും പറയണം, എല്ലാ ദിവസവും സൈറ്റിൽ പോകുന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ ഒരു റിപ്പോർട്ട് ഇതിൽ എൻ്റർ ചെയ്യണം. ഇത് ക്ലയൻറ്റിന് കിട്ടും, ക്ലയൻറ്റ് ഫുള്ളായിട്ട് ഹാപ്പി ആവും. ക്ലയൻറ്റ് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് ആളുണ്ടോ, ഇന്ന് വർക്കേഴ്സ് ഉണ്ടോ, വർക്ക് എവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ ഈ റിപ്പോർട്ട് കൃത്യമായിട്ടും ഡെയിലി ഫോട്ടോസ് ചെല്ലുകയാണെങ്കിൽ ക്ലയൻറ്റിന് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തൻ്റെ വർക്ക് എവിടെ എത്തി എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമുക്ക് അധിക ക്ലയൻസും സൈറ്റിൽ വരാത്ത ക്ലയൻസാണ്, പ്രവാസികളാണ്, മറ്റു ജോലി തിരക്കുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് പ്ലസ് ചിഹ്നം നിൽക്കുക, നമ്മൾ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക, ഡേറ്റ് മാറ്റുക, ക്യാമറ എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക. ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്തു, നമ്മൾ ഏതാ വെച്ചാൽ ഫോട്ടോ സെലക്ട് ചെയ്യുക, ജസ്റ്റ് നമ്മൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ
അത് ആഡ് ആയി മൾട്ടി ഫോട്ടോ വേണമെങ്കിൽ ഒക്കെ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ റിപ്പോർട്ടും ക്ലയൻറ്റിന് കൃത്യമായിട്ട് കിട്ടും. ഇതിന് മാത്രമല്ല, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ടാസ്ക് കൊടുത്തു, നിങ്ങളൊരു സുബിത്ത് എന്ന് പറഞ്ഞ സൂപ്പർവൈസറോട് നിങ്ങൾ എന്ത് പറഞ്ഞു, ഇന്ന സൈറ്റിൽ വിസിറ്റ് ചെയ്യണമെന്ന് ടാസ്ക് കൊടുത്തു. അപ്പോൾ സുബിത്ത് എന്ത് ചെയ്യണം, ആ സൈറ്റ് വിസിറ്റ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ റിപ്പോർട്ടിൽ ആഡ് ചെയ്യണം. മറ്റൊരു നിങ്ങളുടെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാൻ വരക്കാൻ നിങ്ങൾ ടാസ്ക് കൊടുത്തു, അത് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റിലാണ്. ഈ 4ാമത്തെ ഫീച്ചറാണ് ഡോക്യുമെൻ്റ്. ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. നമ്മൾ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും കോൺട്രാക്ടേഴ്സ് ഒക്കെ സൈറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ പ്ലാൻ അവിടെ ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് പോവുക. പക്ഷെ അവിടെ പ്ലാൻ ഉണ്ടാവില്ല, അവിടെ തപ്പിയാൽ നമുക്ക് കിട്ടൂല. എന്നാൽ നമ്മുടെ ഫോണിലുണ്ടാവോ, ഫോണിലും നമുക്കത് അവൈലബിൾ ആവില്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കൃത്യമായിട്ടും ഒരു പ്രൊജക്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാന്, എലിവേഷന്, 3D സെക്ഷന് കൃത്യമായിട്ട് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രയാസമല്ല, ഈ ഒരു ഫീച്ചർ ക്ലയൻറ്റിനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും നമുക്കൊരു നല്ല ഫീച്ചറായിട്ട് മാറുന്നു. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേയ്മെൻ്റ് ആണ്. ഇത് നമുക്ക് ഇതിൽ ഏറ്റവും നല്ല ഫീച്ചറായിട്ട് ഞാൻ കാണുന്ന സംഭവമാണ് പേയ്മെൻറ്റ്. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് തരുന്ന പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, നമ്മൾ ഈ പ്രൊജക്റ്റ് ഇതിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് പ്രൊജക്റ്റ് എമൗണ്ട് ചോദിക്കുന്നുണ്ട്. ആ പ്രൊജക്റ്റ് കോസ്റ്റ് ഇവിടെ വരും, 1,50,00,000 രൂപയാണ് ഈ പ്രൊജക്റ്റ് കോസ്റ്റ്. അപ്പോൾ അതിൽ ഇദ്ദേഹം തരുന്ന ഓരോ എമൗണ്ടും നമുക്ക് തരുന്ന സമയത്ത് റിസീവ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഇൻറ്റീരിയർ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് ക്ലയൻറ്റ് നമുക്ക് പേയ്മെൻറ്റ് തരുന്നതോടൊപ്പം പല ടീമിന് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവും. നമുക്കെന്ന് തന്നെ തരുന്ന പേയ്മെൻറ്റ് 2,00,000 രൂപ ക്യാഷ് ആയിക്കാരം, 2,00,000 രൂപ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാരം, 1,00,000 രൂപ ചെക്ക് ചെയ്യിക്കാരം. ഇതിൽ ക്ലയൻറ്റ് ഇതേ സമയം വേറെ ആർക്കെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. അവർ അശ്രദ്ധ പ്രകാരം ആ ടോട്ടൽ പേയ്മെൻറ്റ് നമുക്ക് 5 ലക്ഷം തന്നിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് 6 ലക്ഷം എഴുതി വെക്കാറുണ്ട് പലപ്പോഴും. ചില സമയങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ 2-3 ദിവസം മൊത്തം കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് അത് ക്ലിയർ ആയി വരുള്ളൂ. ആക്ച്വലി അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ക്ലയൻറ്റ് പേയ്മെൻറ്റ് തരുന്നത് ആ സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ക്ലയൻറ്റ് പറയുകയാണെങ്കിൽ, ക്ലയൻറ്റ് ആപ്പിൽ ലോഗിൻ ചെയ്തില്ല എന്ന് കരുതുക, ക്ലയൻറ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് 1 സെക്കൻഡ് കൊണ്ട് ഈ മൊത്തം റിപ്പോർട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഷെയർ ചെയ്താൽ ക്ലയൻറ്റ് ഇതുവരെ തന്ന എല്ലാ പേയ്മെൻറ്റും ഉണ്ടാവും, ജസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും. ഇതാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന സംഭവമാണ് ഇൻവോയ്സ്. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു പ്ലാൻ വരച്ചു, നമുക്കൊരു ബില്ല് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഓരോ ബില്ലുകളാണ്. ആ ബില്ലുകൾ നമുക്ക് എന്ത് ചെയ്യാം, അറ്റ് ടൈമിൽ നമുക്ക് വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഒക്കെ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യാം. ബില്ല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്കൊരു ഇൻവോയ്സ് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഉള്ളതാണ് ക്രെഡിറ്റ്. ഇത് നമ്മുടെ ഒരു പ്രധാന ഫീച്ചറാണ്. ഇതെന്താ വെച്ചാൽ, ഇത് എനിക്ക് വളരെ ഉപകാരപ്പെട്ടു ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സൈറ്റ് വർക്ക് എടുത്തു, ഒരു 6 മാസത്തെ പ്രൊജക്റ്റ്, ഒരു 18 ലക്ഷം രൂപ ക്യാഷ്, 6 മാസം കൊണ്ട് 5 മാസം കൊണ്ട് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ഫുൾ എമൗണ്ട് റിസീവ്ഡ് ആയി. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും 4 മാസം കഴിഞ്ഞിട്ടേ കാരണം നമ്മുടെ ഒരു വെൻഡർ വിളിക്കുക, നിങ്ങളുടെ ഈ എറണാകുളം ഭാഗത്തുള്ള വർക്കിന് നമുക്ക് കുറഞ്ഞ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടല്ലോ, ഒരു 50,000 രൂപ കിട്ടാണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ച് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു, 4 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ക്രെഡിറ്റിന് വിളിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ. ജസ്റ്റ് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ഈ ഷിബിൻ എന്ന സൈറ്റിൽ എവിടെയൊക്കെ ക്രെഡിറ്റ് ഉണ്ടോ അത് ഫുള്ള് നമുക്ക് താഴോട്ട് വരും. ആക്ച്വലി ഇവിടെ തറയിൽ സിമെൻറ്റ്, നിസാർ, ഫൈസൽ, മജീദ്, ഇവിടെ ആരൊക്കെ ഉണ്ടാവും, സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും, ലേബേഴ്സ് ഉണ്ടാവും, നമ്മുടെ കംപ്ലീറ്റ് വെൻഡേഴ്സ് ഉണ്ടാവും. കംപ്ലീറ്റ് ലേബേഴ്സും കംപ്ലീറ്റ് സബ് കോൺട്രാക്ടേഴ്സിനും കൊടുക്കാനുള്ള മൊത്തം ക്രെഡിറ്റ് കാണും. അപ്പം നമ്മൾ ഒരു സൈറ്റിൽ ഫൈനൽ പേയ്മെൻറ്റ് വാങ്ങുന്നതോടൊപ്പം ആ ക്രെഡിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം ആ സൈറ്റ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഇത് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ വരുന്നുണ്ട്. മറ്റൊരു സംഭവമാണ് അനലിറ്റിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ റിപ്പോർട്ട് എടുത്തിരുന്നു. ആ റിപ്പോർട്ട് എന്താണ്, നിങ്ങളുടെ കമ്പനിയുടെ ഇതിൽ പറയുന്ന 26 പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ടാണ്. ഇവിടെ നമ്മൾ അനലിറ്റിക്സ് പോയി കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിൻ്റെ മാത്രം റിപ്പോർട്ട്, ഇത് ഇവിടെ വരണമെന്നില്ല. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ഒരു ബട്ടൺ നിൽക്കൽ ഈ റിപ്പോർട്ട് കിട്ടും. എന്താണ് ഈ ഷിബിൻ CH എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ട്? ഇത് ഇൻറ്റീരിയർ പ്രൊജക്റ്റാണ്. ഇത് 24 തുടങ്ങിയതാണ്. 1,900 ഏരിയ ഉണ്ട്, 1.5 കോടിയാണ് ടോട്ടൽ ബജറ്റ്. അതിൽ നമുക്ക് 7,69,000 ക്രെഡിറ്റ് ഉണ്ട്, 23 ലക്ഷം എക്സ്പെൻസ് ഉണ്ട്, ഇനി ഇത്ര കിട്ടാനുണ്ട് എന്ന് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ബാലൻസ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞത് 3,81,000 മൈനസ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ക്ലയൻറ്റ് അടുത്ത് നിന്ന് പേയ്മെൻറ്റ് വാങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ ഇങ്ങനെ റെഡ് കാണിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റെഡ് കാണിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും, നേരെ നമ്മൾ പേയ്മെൻറ്റ് പോകും. പേയ്മെൻറ്റ് പോയിട്ട് എന്ത് ചെയ്യും, ക്ലയൻറ്റ് അയക്കുന്നത് ഞാൻ തന്നെ ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് വാങ്ങുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും, എൻ്റെ പേരടിക്കും, ഞാനൊരു 6 ലാക്ക് ഞാൻ പേയ്മെൻറ്റ് വാങ്ങി ആഡ് കൊടുത്തു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പം നമുക്ക് എന്ത് ചെയ്യും, ആ റെഡ് പോയിട്ടുണ്ടാവും.
ആ റെഡ് പോയി 2,18,000 രൂപ നമ്മുടെ കയ്യിൽ ഉള്ളത് രൂപത്തിലായി. അപ്പോൾ എപ്പോഴും റെഡ് കത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും റിപ്പോർട്ടുകൾ ഉണ്ടാവും. ഇവിടെ ബാലൻസ് ഇൻ ഹാൻഡ് റെഡ് കത്തി, ഇവിടെ ഷിബിൻ ഈ ക്ലയൻറ്റിൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻസ്, മെറ്റീരിയൽ, ലേബർ, സബ് വർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഫ്യൂലും മറ്റൊക്കെ ആഡ് ചെയ്ത് അതൊക്കെ ഇവിടെ വരും. അതേപോലെ തന്നെ മെറ്റീരിയൽ ഇവിടെ ഈ ഒരു സൈറ്റിക്ക് മാത്രം നമ്മൾ വാങ്ങിയ സ്റ്റീല്, സിമെൻറ്റ്, പ്ലൈവുഡ് എല്ലാം കാണിക്കുന്നുണ്ട്. പലപ്പോഴും എക്സ്പീരിയൻസിലുള്ള അതായത് 18-20 വർഷമുള്ള ഒരു എഞ്ചിനീയറോട് പോലും നിങ്ങളുടെ 3000 സ്ക്വയർ ഫീറ്റിൽ എത്ര സ്റ്റീല് വരും എന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവാറില്ല. കാരണം നമുക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ തപ്പിയാൽ കിട്ടാറില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടും. അതോടൊപ്പം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമുക്കിത് വരും ചെയ്യും. ഇവിടെ എന്തൊക്കെയുണ്ട്? സ്റ്റീലുണ്ട്, 46% എന്നുള്ളതുണ്ട്, ടോട്ടൽ എമൗണ്ട് ഉണ്ട്, ടോട്ടൽ കേജ് ഉണ്ട്. ഏകദേശം 10,549 കിലോ സ്റ്റീൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സൈറ്റിന് വേണ്ടി ഇറക്കിയിട്ട്. അതേപോലെ തന്നെ ലേബർ, ഈ സൈറ്റിലെ ടോട്ടൽ ലേബർ റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ സബ് വർക്ക്, ഈ സൈറ്റിൽ നമ്മൾ എന്തൊക്കെ സബ് കൊടുത്തു അതിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇത് ഒറ്റ ക്ലിക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. പ്രൊജക്റ്റ് റിപ്പോർട്ടും ഷെയർ ചെയ്യുക, കമ്പനി റിപ്പോർട്ടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് PDF എടുക്കാൻ പറ്റും. ഇനി നമുക്ക് വരുന്ന മറ്റു സംഭവമാണ് എഡിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ഇൻപുട്ട് കൊടുക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ യഥാർത്ഥ ഫൈനൽ ഇതിലോട്ട് നമ്മൾ പോവുകയാണ്, എക്സ്പെൻസ്. ഈ എക്സ്പെൻസിലോട്ട് നമുക്ക് പോകാം. ഒരുപാട് ഫീച്ചർ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? എക്സ്പെൻസിലോട്ട് എൻ്റർ ചെയ്യുക. ഇവിടെ നിൽക്കിയാൽ നമുക്ക് നേരിട്ട് എക്സ്പെൻസിലോട്ട് എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ ഈ പ്ലസ് ചിഹ്നം നിൽക്കിയാൽ നേരിട്ട് നമുക്ക് എക്സ്പെൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ പോകുമ്പോൾ എന്തുണ്ട്? ജസ്റ്റ് ഇവിടെ പോയി എക്സ്പെൻസ് എടുത്ത് പിന്നെയും പ്ലസ് ചിഹ്നം നിൽക്കണം. പക്ഷേ ഈ പ്ലസ് ചിഹ്നം നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു പ്ലസ് ചിഹ്നം ഉണ്ട്, ഈ പ്ലസ് ചിഹ്നമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എക്സ്പെൻസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ പ്രൊജക്റ്റ് പോയി ഒരു പ്രൊജക്റ്റ് ഓണാക്കി ഇവിടെയുള്ള ഈ പ്ലസ് ചിഹ്നം നെക്കി എക്സ്പെൻസിലോട്ട് എൻ്റർ ചെയ്തു. ഈ എക്സ്പെൻസിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫൈനൽ ഗെയിം വരുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മെറ്റീരിയൽ കൊടുത്തു. ഈ മെറ്റീരിയൽ ഞാൻ അവിടെ കൊടുക്കുമ്പോൾ എന്താണ് മെറ്റീരിയൽ ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് സ്റ്റീൽ കൊടുത്തു. സ്റ്റീൽ കൊടുത്തപ്പോൾ എത്രയാണ് യൂണിറ്റ് പ്രൈസ്? ഞാൻ 72 രൂപ എന്ന് കൊടുത്തു. എത്രയാണ് ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു. ക്വാണ്ടിറ്റി ഞാൻ ഒരു 1200 kg എന്ന് കൊടുത്തു. അപ്പോൾ ടോട്ടൽ എമൗണ്ട് 86,400, ടോട്ടൽ പെയ്ഡും 86,400. നമ്മൾ സ്റ്റീലൊന്നും വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാറില്ല? ഒന്നും പെയ്ഡ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പെയ്ഡ് 0 ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ റെഡ് കത്തി. അപ്പോൾ നിങ്ങൾ വെൻഡറെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ വെൻഡറെ സെലക്ട് ചെയ്യണം. വെൻഡറെ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ തറയിൽ സിമെൻറ്റ്, അവിടെ നിന്നാണ് സ്റ്റീൽ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് സ്റ്റീൽ. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ സൈറ്റ് എക്സ്പെൻസിൽ 86,400 ആഡായി. പക്ഷേ ഇത് എവിടേക്കാണ് പോയത്? തറയിൽ സിമെൻറ്റിന് 86,400 രൂപ ഷിബിൻ സൈറ്റിൽ ക്രെഡിറ്റ് ഉണ്ടെന്ന രൂപത്തിൽ രേഖപ്പെടുത്തി. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് ആഡ് കൊടുത്തു. അപ്പോൾ എന്തായി? ഇനി നമുക്കിവിടെ ക്രെഡിറ്റിൽ പോയിട്ട് വെൻഡറിൽ പോയാൽ, തറയിൽ സിമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഷിബിൻ്റെ അവിടെയുള്ള മൊത്തം ക്രെഡിറ്റ്. ഇവിടെ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ക്രെഡിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം. നമ്മൾ ആഡ് ചെയ്യുന്നത് സൈറ്റിലാണെങ്കിലും ഈ ക്രെഡിറ്റേഴ്സിൻ്റെയും വെൻഡേഴ്സിൻ്റെയും ലേബേഴ്സിൻ്റെയും റിപ്പോർട്ടിലോട്ട് ഓട്ടോമാറ്റിക് അത് ആഡ് ആവും. ഇനി നമ്മളിവിടെ ആഡ് ചെയ്യുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ലേബർ ആണെങ്കിൽ ഇവിടെ വരിക, നേരത്തെ ഇവിടെ വെൻഡർ വന്നു കൊടുത്ത് ഇവിടെ കംപ്ലീറ്റ് ലേബർ ലിസ്റ്റ് ചെയ്യും. നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് സബ് വർക്ക് ആണെങ്കിൽ നമ്മുടെ സബ് കോൺട്രാക്ടർ കംപ്ലീറ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇവിടെ കൊടുക്കുന്ന എക്സ്പെൻസ് കംപ്ലീറ്റ് നിങ്ങൾ ടോട്ടലി പെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെൻഡർ ആഡ് ചെയ്യണം നിർബന്ധമല്ല, സബ് കോൺട്രാക്ടർ ആഡ് ചെയ്യണ ആവശ്യമില്ല. പക്ഷെ ആക്കിയാൽ എന്താവും? അവർ റിപ്പോർട്ടിലേക്ക് കൃത്യമായിട്ട് അത് വരും. ഏറ്റവും നല്ലത് അവരും കൂടി ആഡ് ചെയ്തിട്ട് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എക്സ്പെൻസുകൾ ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആഡ് ചെയ്ത എക്സ്പെൻസ്, ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത ഒരു എക്സ്പെൻസ്, ഇപ്പോൾ ഈ 86,400 എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ കഴിഞ്ഞാൽ ഈ ഒരു പ്രിവ്യൂവിൻ്റെ അവിടെ നിൽക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്ത് മിസ്റ്റേക്ക് വന്നാലും നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ എഡിറ്റ് ആക്സസ് കൊടുത്ത പ്രൊജക്റ്റ് മാനേജർക്കും കമ്പനി MDക്കും മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സൂപ്പർവൈസർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ആക്സസ് കൊടുക്കാത്ത പ്രൊജക്റ്റ് മാനേജർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എക്സ്പെൻസ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. ടോട്ടലി ഞാൻ ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാം വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്രൊജക്റ്റ് മാനേജർ അക്കൗണ്ടിലൊന്ന് കയറാനുണ്ട്, സൂപ്പർവൈസർ അക്കൗണ്ടിലും കയറാനുണ്ട്, അതോടൊപ്പം ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിലും കയറാനുണ്ട്. അതും കൂടി ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ക്ലയൻറ്റിന് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഉപയോഗിക്കണം നിർബന്ധമല്ല, പക്ഷെ എൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ എങ്ങനെയാണ് ക്ലയൻറ്റിനെ ആഡ് ചെയ്യാമെന്ന് നോക്കുക. ഇത് പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റിൽ നമ്മൾ ഷിബിൻ CH എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് നമ്മൾ ഓപ്പൺ ആക്കി.
ഇതിൻ്റെ മൊത്തം അനലിറ്റിക്സ് റിപ്പോർട്ട് കിട്ടുന്ന സ്ഥലമുണ്ട്. ജസ്റ്റ് അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ ഇതുണ്ട് ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനിത് ഈ സംഭവം ഈ ഇൻഡിലോ ഇത് ഒഴിവാക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ബട്ടണാണ് വരിക. ആഡ് ക്ലയൻറ്റ്. ഈ ആഡ് ക്ലയൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്ലയൻറ്റ് നമ്പർ ചോദിക്കും. ഞാൻ ഇപ്പോൾ 9656009000 ഈ ഒരു നമ്പർ കൊടുത്തു. ക്ലയൻറ്റിന് പേര് നമ്മൾ ഷിബിൻ എന്ന് കൊടുത്തു. അതോടൊപ്പം പ്ലേസ് നമ്മൾ കോട്ടയം എന്ന് കൊടുത്തു. കോട്ടയം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ആഡ് സെൻഡ് OTP. ആ OTP വരും. നമ്മൾ ആ OTP അവരോട് ക്ലയൻറ്റ് നമുക്ക് പറഞ്ഞു തരണം. ആ OTP ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റ് ഇതിലോട്ട് ആഡായി. ഇപ്പോൾ ഷിബിൻ എന്ന് പറഞ്ഞ ക്ലയൻറ്റ് ഇതിൽ ആഡായി കഴിഞ്ഞു. ഈ രൂപത്തിൽ നമുക്ക് ക്ലയൻറ്റിനെയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ ഇത് ലോഗൗട്ട് ചെയ്തിട്ട് ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിൽ കയറാൻ പോവുകയാണ്. അത് എങ്ങനെയാണ് ക്ലയൻറ്റ് ലോഗിൻ ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഈ ഇനക്സ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയാണ്. ഈ ഒരു പേരുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ലോഗൗട്ട് വരും. നമ്മൾ ലോഗൗട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ക്ലയൻറ്റിൻ്റെ നമ്പർ, ക്ലയൻറ്റാണ് ഇതിപ്പോൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ക്ലയൻറ്റ് നമ്പർ 9656009000 എന്നടിച്ചു. നമ്മൾ എന്തെങ്കിലും ഗെറ്റ് OTP, ആ നമ്പറിലോട്ട് OTP വരും. ജസ്റ്റ് 1 2 3 4 നമ്മൾ OTP കൊടുത്തു, വെരിഫൈ കൊടുത്തു. ഇതാണ് ഇപ്പോൾ ക്ലയൻറ്റ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ക്ലയൻറ്റിൻ്റെ അക്കൗണ്ട്. ഇവിടെ ക്ലയൻറ്റിന് കാണാൻ പറ്റുന്ന ഫീച്ചർ എന്താണ്, നമ്മൾ ജസ്റ്റ് ഷിബിൻ സീൽസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നമ്മൾ എൻ്റർ ചെയ്തു. ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ കാണാം, നമ്മുടെ സ്റ്റേജ് കാണാൻ പറ്റും. സ്റ്റേജിൽ നമ്മൾ ആഡ് ചെയ്ത എമൗണ്ട് കാണാൻ പറ്റില്ല. 22-ാം തീയതി 29-ാം തീർക്കേണ്ട സ്റ്റേജ് ഹോൾഡാണ് എന്നുള്ളവർക്ക് കാണാൻ പറ്റും. പിന്നെ അവർക്ക് കാണാൻ പറ്റും മെയിൻ ഫീച്ചർ എന്നാണ് ടോട്ടൽ 1.5 കോടിൻ്റെ ബജറ്റാണ്. ക്ലയൻറ്റ് എത്ര കൊടുത്തിട്ടുള്ളൂ, 25 ലക്ഷം കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഇത്ര കൊടുക്കാനുണ്ട് എന്ന് കൃത്യമായിട്ട് അവർക്ക് കാണാൻ പറ്റും. അവർക്ക് കൊടുത്ത എമൗണ്ടുകൾ കംപ്ലീറ്റ് ഡേറ്റ് ഇട്ട് ഇവിടെ കാണാൻ പറ്റും. അതോടൊപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറ്റൻഡൻസ് കാണാം. ഇതുവരെ ഈ സൈറ്റിൽ ഓരോ ഡേറ്റിനും ആരൊക്കെ വന്നിട്ടുള്ള അറ്റൻഡൻസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റേജ്, നമ്മുടെ ഓരോ സ്റ്റേജും കംപ്ലീറ്റ് ആയ സ്റ്റേജുകൾ കാണാൻ പറ്റും. അതോടൊപ്പം ഡോക്യുമെൻറ്റ്, നമ്മുടെ പ്ലാന്, 3D എലിവേഷൻ സെക്ഷന് കാണാൻ പറ്റും. ലാസ്റ്റ് വരുന്ന റിപ്പോർട്ട് കാണാൻ പറ്റും. ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ അവർക്ക് കാണാൻ പറ്റും. ഈ രൂപത്തിലാണ് അവരുടെ ഫീച്ചേഴ്സ് വരുന്നത്. അവർക്ക് എന്താണോ വേണ്ടത്, ഒരു ക്ലയൻറ്റ് ഏത് കാരണത്താലാണോ ബുദ്ധിമുട്ടുന്നത്, ആ ഫീച്ചർ മാത്രമാണ് നമ്മൾ ക്ലയൻറ്റിന് വേണ്ടി ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മളിത് ലോഗൗട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇൻസൈറ്റിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ലോഗൗട്ട് ചെയ്തു. ലോഗൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു സൂപ്പർവൈസർ അക്കൗണ്ടിൽ കയറാൻ പോവാണ്. 8921583515. ഈ സൂപ്പർവൈസർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തു. ഗെറ്റ് OTP കൊടുത്തു. ക്ലയൻറ്റ് സൂപ്പർവൈസർ അക്കൗണ്ടിലേക്ക് OTP വരും. നമ്മൾ എൻ്റർ അടിച്ചു, വെരിഫൈ ചെയ്തു. ഇതാണ് സൂപ്പർവൈസർ അക്കൗണ്ട്. സൂപ്പർവൈസർ ചെയ്യേണ്ട ആദ്യത്തെ പണി എന്താ വെച്ചാൽ, അവൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. അപ്പോൾ ഓന് അസൈൻ ചെയ്ത സൈറ്റൊക്കെ അവിടെ ഉണ്ട്. അവന് ഷിബിനുണ്ട്, അനീസ് ഉണ്ട്, ശ്രീജ ഉണ്ട്. ആ സൈറ്റുകളിലൊക്കെ അവൻ എന്ത് ടാസ്ക്കാണ് എടുക്കാൻ പോകുന്നത്. ഇത് ഒരു നമ്മുടെ MD പറഞ്ഞ ടാസ്ക് ആൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ പ്രൊജക്ട് മാനേജർ വന്ന ടാസ്കും ഉണ്ടാവും. ഇനി ടാസ്ക് സൂപ്പർവൈസർക്ക് അങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ടാസ്ക് പറയാൻ പറ്റും. പിന്നെ സൂപ്പർവൈസർ ചെയ്യുന്ന രണ്ടാമത്തെ പണി എന്താ വെച്ചാൽ, ഓരോ പ്രൊജക്റ്റിലും കയറിയിട്ട് എന്ത് ചെയ്യണം, ഇത്രയും വർക്കുകൾ എടുക്കണം. അതിൽ എക്സ്പെൻസ് കംപ്ലീറ്റ് ആഡ് ചെയ്യണം. സൂപ്പർവൈസറാണ് ഇതിൽ വർക്ക് എടുക്കുന്നത്. സൂപ്പർവൈസർ അതിൽ വന്ന സിമെൻറ്റ്, സ്റ്റീല്, പ്ലൈവുഡ്, മൈക്ക, ആ സൈറ്റിൽ അന്ന് 2 or 3 മെറ്റീരിയലേ സൈറ്റിൽ ഇറങ്ങുള്ളൂ. അത് കൃത്യമായിട്ട് സൂപ്പർവൈസർ എൻ്റർ ചെയ്യണം. സൂപ്പർവൈസർ എൻ്റർ ചെയ്താൽ അക്കൗണ്ടൻറ്റ് ചെക്ക് ചെയ്യണം. അക്കൗണ്ടൻറ്റ് ഇല്ലാത്തൊരു കമ്പനിയാണെങ്കിൽ MD ചെക്ക് ചെയ്യണം. അടുത്ത ടാസ്ക് നേരത്തെ പറഞ്ഞു, അറ്റൻഡൻസ് ആഡ് ചെയ്യണം. ആ സൈറ്റിലുള്ള അറ്റൻഡൻസ് എന്ത് ചെയ്യണം, സൂപ്പർവൈസർ ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ സ്റ്റേജുകൾക്ക് ഒന്നും ചെയ്യാനില്ല. പക്ഷേ സ്റ്റേജ് കറക്റ്റ് സമയത്ത് കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ട സൂപ്പർവൈസറാണ്. ഇപ്പോൾ ഈ 22-ാം തീയതി തുടങ്ങിയത് 19-ാം തീയതി സ്ലാബ് തീരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് സ്ലാബ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടിൽ ഫോട്ടോ അയക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, സൂപ്പർവൈസർക്കാണ്. സൂപ്പർവൈസർ ആ പണി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഹോൾഡ് എന്നുള്ള നെക്കി പിടിച്ചതിന് ശേഷം പ്രൊജക്ട് മാനേജർ എന്ത് ചെയ്യണം, അത് ഡൺ ആക്കണം. അപ്പോഴാണ് MD ഹാപ്പി ആവുള്ളൂ. അല്ലെങ്കിൽ MDൻ്റെ ഭാഗത്തുനിന്ന് ഫയറും ഫൈനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവമാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്, ഇതിൽ വന്ന പ്ലാനും 3D ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ സൂപ്പർവൈസർക്ക് എന്ത് ചെയ്യുക, പ്ലാനും 3D എലിവേഷനും ഡോക്യുമെൻ്റായിട്ടും ഫോട്ടോ ആയിട്ടും കാണാൻ പറ്റും. അതോടൊപ്പം ഈ സൈറ്റിൽ എത്ര ക്രെഡിറ്റ് ഉണ്ട്, ഈ സൈറ്റിൽ ഇങ്ങോട്ട് കൊടുക്കാനുണ്ട് എന്നുള്ള ലിസ്റ്റും സൂപ്പർവൈസർക്ക് കാണാം. അപ്പോൾ സൂപ്പർവൈസർക്ക് ഈ പൈസ അക്കൗണ്ടിൽ നിന്ന് വാങ്ങി കൃത്യമായിട്ട് ആ ക്യാഷ് കൊണ്ടേ കൊടുക്കാൻ പറ്റും. ഇതും ഇവർക്ക് അറിയുന്ന ഫീച്ചറാണ്. അപ്പോൾ ഇത്രയും ഫീച്ചറാണ് സൂപ്പർവൈസർ അറിയാം. എക്സ്പെൻസ്, ടാസ്ക്, അറ്റൻഡൻസ്, റിപ്പോർട്ട്, സ്റ്റേജ്, ഡോക്യുമെൻറ്റ്, ക്രെഡിറ്റ്.
ഇനി ആൾമോസ്റ്റ് ഇതേ റിപ്പോർട്ട് തന്നെയാണ് പ്രൊജക്ട് മാനേജറും അറിയാം. പക്ഷേ പ്രൊജക്ട് മാനേജർക്ക് ഇതിലൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ സ്റ്റേജ് ആകുമ്പോൾ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യാനും സ്റ്റേജ് ഡൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ പ്രൊജക്ട് മാനേജർക്ക് വരും. ഇവർക്കാവുമ്പോൾ ഇങ്ങനത്തെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് പ്രൊജക്ട് മാനേജർ അക്കൗണ്ടിലൊന്ന് കയറാം. ഇപ്പോൾ നമ്മൾ പ്രൊജക്ട് മാനേജർ നമ്പർ OTP അടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഗെറ്റ് OTP കൊടുത്തു. നമ്മൾ OTP പ്രൊജക്ട് മാനേജർ പറഞ്ഞു തരണം, വെരിഫൈ ചെയ്തു. ഇതാണ് പ്രൊജക്ട് മാനേജർ അക്കൗണ്ട്. അയാൾക്ക് അസൈൻ ചെയ്ത മുഴുവൻ സൈറ്റും ഉണ്ടാവും. ആ സൂപ്പർവൈസർക്ക് 6 സൈറ്റ് ഉള്ളെങ്കിൽ പ്രൊജക്ട് മാനേജർക്ക് 12 സൈറ്റ് ഉണ്ട്. ഇനി ഇവിടെ ജസ്റ്റ് പ്രൊജക്ട് മാനേജർക്കും അവന് രാവിലെ വന്നാൽ ഇന്ന് എന്തൊക്കെയാണ് ടാസ്ക് ഉണ്ട് ആ ടാസ്കുകൾ മൊത്തം എൻ്റർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് എൻ്റർ അടിച്ചാൽ ടാസ്ക് എൻ്റർ ആയി. ഈ ടാസ്ക് ആർക്കൊക്കെ പോവും, ഈ സമ്മത് എന്ന് പറഞ്ഞ സൈറ്റിലെ സൂപ്പർവൈസർക്ക് പോവും, MDക്ക് പോവും, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊജക്ട് മാനേജർ അക്കൗണ്ടിലും വരും. ഇനി പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവൻ്റെ മൊത്തം പ്രൊജക്റ്റുകൾ കാണാൻ പറ്റും. നിലവിൽ സൂപ്പർവൈസർ പ്രൊജക്റ്റിലെ ഒരു വർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. സൂപ്പർവൈസർ എടുത്ത വർക്കുകൾ ചെക്ക് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ജസ്റ്റ് ഷിബിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇത്രയും വർക്കുകൾ എടുക്കാണ്ട് അതിലെന്തുണ്ട്, എക്സ്പെൻസ് ആഡ് ചെയ്യാണ്ട്. എക്സ്പെൻസ് ആഡ് ചെയ്യാനും പറ്റും, എഡിറ്റ് ചെയ്യാനും പറ്റും. അതിൽ ഇൻകവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പ്രൊജക്ട് മാനേജർക്ക് കാണാൻ പറ്റില്ല, സൂപ്പർവൈസർക്കും കാണാൻ പറ്റില്ല. അതോടൊപ്പം ടാസ്ക് ആഡ് ചെയ്യുക, അറ്റൻഡൻസ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റേജ് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. നേരത്തെ സൂപ്പർവൈസർക്ക് സ്റ്റേജ് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഇയാൾക്ക് സ്റ്റേജുകൾ എഡിറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും പറ്റും. ജസ്റ്റ് സ്റ്റേജ് എന്ത് ചെയ്യാം, ഞെക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാനും പ്രോഗ്രസ് ആക്കാനും ഇവർക്ക് പറ്റും. ഈ പ്രോഗ്രസ് കണ്ടോ, ഇപ്പോൾ ഡേറ്റ് കഴിഞ്ഞതുകൊണ്ടാണ് ഇത് റെഡ് കത്തിയത്. റെഡ് കത്താതെ നോക്കേണ്ട ചുമതല സൂപ്പർവൈസർക്കും പ്രൊജക്ട് മാനേജർക്കുമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡോക്യുമെൻ്റ് ആണ്. കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് ആഡ് ചെയ്യാൻ പ്രൊജക്ട് മാനേജർക്ക് പറ്റും. ഡോക്യുമെൻ്റ് കാണാൻ മാത്രമേ സൂപ്പർവൈസർക്ക് പറ്റുള്ളൂ. അതേപോലെ തന്നെ ക്രെഡിറ്റും ഈ പറഞ്ഞ പോലെ തന്നെ അത് ഫുള്ള് കൊടുത്ത് തീർക്കേണ്ടത് പ്രൊജക്ട് മാനേജറെയും സൂപ്പർവൈസറെയും ചുമതലയാണ്. ഈ രൂപത്തിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ MDയും ക്ലയൻറ്റും വരും. അതിൻ്റെ നേരെ താഴെ അക്കൗണ്ടൻറ്റ് വരും. അതിൻ്റെ നേരെ താഴെ പ്രൊജക്ട് മാനേജർ വരും. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും 2-3 സൈഡിലായിട്ട് സൂപ്പർവൈസേഴ്സ് വരും. സൂപ്പർവൈസറെയും താഴെയാണ് പ്രൊജക്റ്റ് വരിക. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്യേണ്ടത് സൂപ്പർവൈസറാണ്. അപ്പോൾ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആര് ചെക്ക് ചെയ്യും, പ്രൊജക്ട് മാനേജർ ചെക്ക് ചെയ്യും. അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അക്കൗണ്ടൻറ്റ് ചെക്ക് ചെയ്യും. MDക്കും ക്ലയൻറ്റിനും കൃത്യമായിട്ടുള്ള വിവരം കൃത്യസമയത്ത് കൃത്യമായ റിപ്പോർട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ക്ലയൻറ്റിന് ഉപയോഗിക്കാം. ക്ലയൻറ്റിന് കൃത്യമായിട്ടും സൈറ്റ് മാനേജ് ചെയ്യാനും സൈറ്റിനെ കുറിച്ച് വിവരങ്ങൾ കിട്ടാനും ഉപയോഗപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതൊരു ഒരു കമ്പനി MDയെ ഒരുപാട് വിധത്തിൽ സഹായിക്കുന്നുണ്ട്. സൂപ്പർവൈസറെയും ഇത് ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ പ്രൊജക്ട് മാനേജറും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ പേയ്മെൻറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. പല കമ്പനി ഡയറക്ടേഴ്സും ചെയ്യുന്ന എന്താ വെച്ചാൽ ഈ അക്കൗണ്ട്സിലും പ്രൊജക്റ്റിലും വെറുതെ ഇങ്ങനെ പിണഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ്. അവർക്കൊരു 80% ഇതിൽ നിന്നൊക്കെ ഫ്രീ ആകാൻ പറ്റും. അവർ കൃത്യമായ റിപ്പോർട്ട് അവർക്ക് കിട്ടും. അവരുടെ ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും. അവർ ഒരു വർഷത്തിൽ 1,00,000 രൂപ അവർക്ക് മിസ്സായി പോകുന്നുണ്ട്. കാരണം വെണ്ടർ എടുത്തുന്നു, ലേബർ എടുത്തുന്നു, സബ് കോൺട്രാക്ടർ എടുത്തുന്നു, ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പല കാരണം കൊണ്ട് മിസ്സായി പോകുന്നുണ്ട്. അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്ലയൻറ്റ് നമുക്ക് എക്സ്ട്രാ വർക്കുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മുടെ കൊട്ടേഷനിൽ ഉൾപ്പെടാത്ത പല പ്രൊജക്റ്റുകളും നമ്മൾ അഡീഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഫൈനലി ക്ലയൻറ്റ് പറയുമ്പോൾ അതിൻ്റെ ബില്ലൊന്ന് സബ്മിറ്റ് ചെയ്യുക, ആ സമയത്ത് നമ്മൾ ക്യാഷ് തരാൻ മതി. പക്ഷെ നമ്മുടെ മൊത്തം കണക്കുന്ന എക്സ്ട്രാ വർക്കിൻ്റെ പേയ്മെൻറ്റ് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഇതേപോലത്തെ ആപ്ലിക്കേഷൻസ് ഉപകാരപ്പെടുക. നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ വർക്ക് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് സെപ്പറേറ്റ് ബില്ലാക്കിയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക. ഫുള്ള് നിങ്ങൾ ഒന്ന് കേട്ട് നോക്കുക. ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും 100% ഉപയോഗപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഓക്കെ, താങ്ക് യു.